കോട്ടയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇപ്പൊ നമുക്ക് എറണാകുളത്തേക്ക് പോകാം. നവമി ദിനേശ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. നവമി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കൊച്ചിയിലെ മഴയൊക്കെ? തകർത്ത് പെയ്യുവാണോ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് സ്ഥിതി അല്പം വ്യത്യസ്തമാണ്. ഇവിടെ മഴയൊന്നുമില്ല. ഇവിടെ നല്ല വെയിൽ, സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. ചെറിയ ചൂടൊക്കെ ഏറ്റു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഇടവിട്ട് മഴ ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഇപ്പോൾ മഴ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. എങ്കിൽ പോലും മറ്റു മുന്നറിയിപ്പുകളൊന്നും എറണാകുളം ജില്ലയെ സംബന്ധിച്ചില്ല. മലയോര മേഖലകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇടതോരാതെ മഴ പെയ്താൽ അവിടെ നിന്ന് മാറി താമസിക്കണം. ഉരുൾപൊട്ടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ എറണാകുളം ജില്ലയിൽ മറ്റ് മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ല. മത്സ്യബന്ധനത്തിന് പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പെട്ടെന്നുള്ള മഴ അതിശക്തമായി തുടരുകയാണെങ്കിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. എങ്കിൽ പോലും വീണ്ടും ഞാൻ പറയുന്നു, എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മഴയില്ല. ഇപ്പോൾ മഴയില്ലെങ്കിലും നവമി, നമ്മൾ നേരത്തെ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പറഞ്ഞില്ലേ? ഇവിടെ സിറ്റിയിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളക്കെട്ടാണ്. കൊച്ചിയുടെ അവസ്ഥ അത് തന്നെയാണ്. നമ്മൾ എല്ലാ തവണയും കാണാറുള്ളതാണല്ലോ. ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ പൂർണ്ണമായും ഫലപ്രാപ്തിയിലായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒറ്റ മഴയിൽ തന്നെ മുങ്ങുന്ന കൊച്ചിയാണ്? ഏതെങ്കിലും പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടോ ആളുകൾക്ക് യാത്രാ ദുരിതമോ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടോ? തീർച്ചയായും ആര്യ, കൊച്ചിക്കാരെ സംബന്ധിച്ച് ഈ മഴ തുടർച്ചയായി പെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ആന്തലാണ്, അല്ലെങ്കിൽ ഒരു ആശങ്കയാണ്. കാരണം വീടുകളൊക്കെ വെള്ളം കയറാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ഓഫീസിൽ പോലും പാർക്കിംഗ് ഏരിയ മുങ്ങുന്ന ഒരു സാഹചര്യം, വാഹനങ്ങളൊന്നും അവിടെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഒരു മഴ പെയ്താൽ, അതായത് ഒരു ദിവസം തോരാതെ മഴ പെയ്താൽ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമാണ് നമ്മൾ ഇതിനു മുമ്പും കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഈ സമയത്ത് മഴ പെയ്തുവെങ്കിലും വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടുണ്ടായില്ല. അത് തീർച്ചയായും ഈ കൊച്ചിയിലെ ബ്രേക്ക് ത്രൂ, ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തകൃതിയായി തന്നെ ഈ മഴ എത്തുന്നതിന് മുൻപ്, കാരണം അതിനു മുൻപുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അതിനു മുൻപുള്ള ഒരു സാഹചര്യം കൊച്ചി നഗരത്തിലെ അധികൃതരെ, മേയറെ അടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം കൊച്ചി നഗരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പോഴും നടക്കുകയാണ്. ഈ ഓടകളും കാനകളും ഒക്കെ വൃത്തിയാക്കുന്നു. ഈ ഒഴുക്ക്, ഈ കായലിന്റെ ഒഴുക്കൊക്കെ സുഗമമാക്കാൻ വേണ്ടി പോളകളൊക്കെ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിനു മുൻപ്, അതായത് വേനലിന്റെ പകുതിയോടുകൂടി തന്നെ അത് ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തവണ മഴ പെയ്താലും കൊച്ചി മുങ്ങില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കൊച്ചി നഗരസഭയ്ക്ക്. എങ്കിൽ പോലും ആശങ്ക മാറ്റിവെക്കാൻ സാധിക്കില്ല. ഏത് രീതിയിലാണ്, എവിടെയാണ് ഇനി ഏതെങ്കിലും ഇടം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ആ വഴി വെള്ളം കയറാനുള്ള അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. എങ്കിൽ പോലും എല്ലായിടങ്ങളിലും കൃത്യമായി മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഈ മേയറുടെ നേതൃത്വത്തിൽ തന്നെ, കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയും ഇതിനോടകം തന്നെ നടക്കുകയും ചെയ്തു. പിന്നൊരു ആശങ്ക ഇപ്പോൾ കളമശ്ശേരിയിൽ ഉയർന്നിരിക്കുന്ന മഞ്ഞപ്പിത്ത രോഗികളുടെ എണ്ണമാണ്. അത് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ളൊരു വെള്ളം ഉപയോഗിക്കുന്നതിലും അടക്കം അവിടെ ഒരു ചെറിയ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വേങ്ങൂരിലെ പോലെ ഇന്നലെ വേങ്ങൂരിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മഴ കൂടുമ്പോൾ, അതിന് മഴ തോരാതെ ഇത്തരത്തിൽ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളങ്ങൾ കുടിക്കണം. അങ്ങനെയുള്ള നിരവധി നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ കളക്ടർ നൽകിയിട്ടുമുണ്ട്. എന്തായാലും മഴ മുന്നറിയിപ്പ് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ കൂടിയും വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്ത് തോരുന്ന ഒരു സാഹചര്യമാണ്. ഇടതോരാതെയുള്ളൊരു മഴ എറണാകുളം ജില്ലയിൽ ഇതുവരേക്കും നവമി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ മഴക്കാലവും മഴയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. ഈ വേങ്ങൂരിലെയും കളമശ്ശേരിയിലെയും ഒക്കെ ഈ മഞ്ഞപ്പിത്ത ബാധ അത് ഇപ്പോൾ തൃക്കാക്കരയിലേക്ക് കൂടി വ്യാപിച്ചു എന്നുള്ള വാർത്ത കൂടി നമ്മളെ തേടി എത്തിയിരുന്നു. എങ്ങനെയാണ് ഈ സ്ഥലങ്ങളിലെയൊക്കെ ഉള്ള ഒരു സാഹചര്യം, അവിടെയുള്ള പ്രവർത്തനങ്ങൾ അത് എങ്ങനെ പുരോഗമിക്കുന്നു?
ആര്യ, വേങ്ങൂരിലായിരുന്നു ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. അവിടെയാണ് ഇന്നലെ ഒരാളും കൂടി മരിച്ചത്. കാർത്തിയാരി അമ്മ ഈ മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചതു മുതൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ ആയിരുന്നു മരിച്ചത്. ഈ വേങ്ങൂരിലെ സാഹചര്യമാണ് അല്പം മോശമായി തുടരുന്നത്. ഇതിനോടകം തന്നെ 200 കടന്നു മഞ്ഞപ്പിത്തം രോഗം ബാധിച്ചവരുടെ എണ്ണം. പക്ഷേ അവിടെ കർശനമായിട്ടുള്ള പരിശോധന, നിരീക്ഷണങ്ങളെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളിൽ പ്രത്യേകം 2 ഡോക്ടർമാരെ കൂടി അധികമായി നിയമിക്കുകയും ചെയ്തു. അതോടൊപ്പം അവിടെയുള്ള ജനകീയ സമിതി രൂപീകരിക്കുകയും ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവഴി അവിടെയുള്ളവർക്ക് ഈ വെന്റിലേറ്ററിൽ നമ്മൾ അവിടെ പോയതാണ്. വേങ്ങൂരിൽ പോയപ്പോൾ ശ്രീനിയുടെയും ശ്രീകാന്തിന്റെയും വീട്ടിൽ പോയതാണ്. അതിൽ ശ്രീകാന്തിന്റെ ഭാര്യ അഞ്ജന ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഏകദേശം 20 ലക്ഷം കടന്നു അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള തുക. ഇത് കണ്ടെത്തുക എന്നുള്ളത് ആ കുടുംബത്തെ സംബന്ധിച്ച് വളരെ നിർധനരായ കുടുംബമാണ്. അവരെ സംബന്ധിച്ച് ഈ തുക കണ്ടെത്തുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള സാഹചര്യമായതിനാൽ നാട്ടുകാരെല്ലാവരും ചേർന്നാണ് അവിടെയുള്ളവർക്ക് MP-യും MLA-യും ഒക്കെ കൈകോർത്ത് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റ് ഇടങ്ങളിലെയും അവസ്ഥ വ്യത്യസ്തമല്ല. ഈ ദിവസക്കൂലിക്ക് ജോലിക്ക് പോയി വരുന്നവരാണ് അവിടെ ഉള്ളവരൊക്കെ. അതുകൊണ്ട് വീട്ടിലെ ഗൃഹനാഥന്മാർക്കടക്കം മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സാമ്പത്തികമായി കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉള്ള വീടുകളിൽ പലർക്കും. ഒരു കോളനി ഏരിയയാണ്. പക്ഷേ അവിടെയുള്ള ആളുകളെല്ലാം കൂടി ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് കൃത്യമായിട്ടുള്ള വീടുകളിൽ നിരീക്ഷണം, വീട്ടിൽ ചികിത്സ വേണ്ടവർക്ക് അത് സംഘടിപ്പിക്കുക, സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളാണ് വേങ്ങൂരിൽ നടക്കുന്നത്. കളമശ്ശേരിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെയും ഇത്തരത്തിൽ രോഗബാധ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. 30ഓളം പേർക്ക് ഇതിനോടകം തന്നെ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ സാഹചര്യമാണ്. എങ്കിൽ പോലും ആശുപത്രിയിലൊക്കെ ചികിത്സയിലുള്ളവരുണ്ട്. അവർക്കും വേണ്ട രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും വേണ്ട ചികിത്സയും ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ നേരിട്ടെത്തി നഗരസഭയ്ക്കടക്കം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആശുപത്രികളിലും വിളിച്ച് കൃത്യമായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്തം ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് ആശുപത്രി ആരോഗ്യ വകുപ്പും ജില്ലാ കളക്ടറും വ്യക്തമാക്കുന്നത്. നവമി ദിനേശാണ് എറണാകുളത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളത്തെ സംബന്ധിച്ച് മഴയ്ക്കൊപ്പം മഞ്ഞപ്പിത്ത ബാധ അതൊരു വലിയ ആശങ്കയായി ദുരിതമായി മാറുകയാണ്. അവിടുത്തെ എറണാകുളംകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കളമശ്ശേരിയിലും വേങ്ങൂരും തൃക്കാക്കരയിലുമൊക്കെ ഈ രോഗബാധ വ്യാപിക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്ക നൽകുന്ന കാര്യമാണ്. എന്തായാലും അവിടെ മഴ മാറി നിൽക്കുന്നുണ്ട്. കൊച്ചി നഗരം മുങ്ങില്ല എന്നുള്ള ആശ്വാസവും പ്രതീക്ഷയും നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതും വലിയ ആശ്വാസം.